നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരു ദീനിയായിട്ട് ഞാനൊരു തരക്കേടില്ലാത്ത ഒരാളാണ് എന്നുള്ള ഒരു മതിപ്പ് നമ്മളെക്കുറിച്ചുള്ള നമുക്ക് എല്ലാവർക്കും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി പറഞ്ഞാൽ നമ്മുടെ വേഷമാണ്. അത് ഇസ്ലാം ഏറ്റവും അധികം ശക്തമായി നിർദ്ദേശിച്ച ഒരു കാര്യം നമ്മുടെ വേഷവിധാനമാണ്. അപ്പോൾ വേഷവിധാനം നോക്കുമ്പോൾ എല്ലാവരും നമ്മൾ ചോദിക്കും, എന്താ എൻ്റെ വേഷവിധാനത്തിൽ എന്താ ഒരു തകരാറ് എന്തായാലും ചോദിക്കും. ആ ചോദ്യം ഒരു പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം സത്യമായിരിക്കാം. പക്ഷേ യഥാർത്ഥമായ നമ്മുടെ മനസ്സിനോട് ചോദിക്കുമ്പോൾ എൻ്റെ വേഷം നാളെ പരലോകത്ത് എനിക്കൊരു പ്രതികൂലാവസ്ഥ ഉണ്ടാക്കില്ലെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെയും ലോകത്തുള്ള മുഴുവൻ സ്ത്രീകളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ഖുർആൻ പറഞ്ഞ ഒരായത്താണ് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, ഹിജാബിൻ്റെ ആയത്ത്. ഹിജാബിൻ്റെ ആയത്ത് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഇന്നു ധരിക്കുന്ന ഈ വസ്ത്രം ധരിക്കണമെന്ന കൽപ്പന മുസ്ലിങ്ങൾക്ക്, സത്യവിശ്വാസിനികൾക്ക് അള്ളാഹു നൽകിയ ആ കൽപ്പന വന്ന ആയത്താണ് വിശുദ്ധ ഖുർആൻ ഞാൻ ഓതുന്നത്. ആ ആയത്തൊന്ന് ചിന്തിച്ചാൽ അതുപോലെയാണ് നമ്മുടെ വേഷം എന്ന് അറിഞ്ഞാൽ നമുക്ക് സുരക്ഷിതമായി നിൽക്കാൻ പറ്റും. അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഖുൽ അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. യാ അയ്യുഹൻ നബി, ഏ പ്രവാചകരെ, ഖുൽ അസ്വാജിക, നിന്റെ ഭാര്യമാരോട് നീ പറയണം, അള്ളാഹിന്റെ കൽപ്പനയാണ്. അതേപോലെ തന്നെ ബനാതിക, നിന്റെ പെൺമക്കളോട് നീ പറയണം. വനിസായിൽ മുഅ്മിനീന, സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് പറയണം, നിങ്ങളോടൊക്കെ പറയണം. ലോകത്ത് വരാൻ പോകുന്ന എല്ലാ സത്യവിശ്വാസിനികളോടും പറയണം. എന്താ പറഞ്ഞത് സഹോദരിമാരെ? ആ പറഞ്ഞ കാര്യം നമുക്ക് മനസ്സിലാവണ്ടേ, അത് നമ്മൾ നടപ്പിലാക്കണ്ടേ. എന്താണ് ഇങ്ങനെയൊക്കെ വിളിച്ചിട്ട് പറയണത്? യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവിടെ മൂടുപടങ്ങളെ അവർ അവരുടെ ദേഹത്തുകൂടെ തൂക്കിയിടട്ടെ. എല്ലാ പണ്ഡിതന്മാരും വിശദീകരിച്ച് എന്താ അറിയും, ഒരു സ്ത്രീ തൻ്റെ ദേഹത്ത് ധരിക്കുന്ന ഒരടിസ്ഥാന വസ്ത്രം ഉണ്ടായിരിക്കും. ആ വസ്ത്രങ്ങൾക്ക് മുമ്പിൽ ദേഹത്ത് ഒട്ടിച്ചേരാത്ത ഒരു വസ്ത്രം അയഞ്ഞു കിടക്കേണ്ടത് അവിടെ ദേഹത്തിൽ. ദേഹത്തിൻ്റെ ആകാരം വ്യക്തമാകാത്ത രൂപത്തിലുള്ള ഒരു വസ്ത്രം അവിടെ ദേഹത്ത് തൂങ്ങിക്കിടക്കേണ്ടതുണ്ട്. നിങ്ങൾ അതിനെ എന്ത് വിളിച്ചാലും പ്രശ്നമല്ല, എന്ത് വസ്ത്രമെന്ന് വിളിച്ചാലും പ്രശ്നമല്ല. നമ്മുടെ ശരീരത്തിൻ്റെ ആകൃതിയോ ആകാരമോ കാണാത്ത ഒരു വസ്ത്രം നിങ്ങളുടെ ശരീരത്തിലൂടെ തൂക്കി, അപ്പം അന്ന് അവരൊരു വസ്ത്രം ധരിച്ചിട്ടുണ്ടാവുമല്ലോ. ഈ ആയത്തിറങ്ങുന്ന സമയത്ത് അവരൊക്കെ വസ്ത്രം ധരിച്ചവരാണ്. ആ വസ്ത്രത്തിന് പുറമേ അവിടെ ദേഹത്തെ നിമ്നോന്നതികൾ കാണാത്ത, ആകാരം കാണാത്ത ഒരു വസ്ത്രം അവിടെ ധരിക്കാൻ വേണ്ടി പറയാണ്. അതാണ് ഹിജാബിൻ്റെ ആയത്ത്. അല്ലാതെ നഗ്നത മറക്കാനുള്ള കൽപ്പനയല്ല ഹിജാബിൻ്റെ ആയത്ത്. നമ്മൾ അങ്ങനെ ചെയ്തു, നമ്മൾ അങ്ങനെ ചെയ്തു എന്നാണ് നമ്മൾ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട കാര്യമാണ്. യുദ്നീന അലൈഹിന്ന, അവിടെ മേലെയുടെ അവർ തൂക്കിയിടട്ടെ എന്നാണ്. മിൻ ജലാബീഹിന്ന, ജലാബീബിഹിന്ന, അവിടെ മൂടുപടങ്ങളിൽ നിന്നും. എന്നിട്ട് രണ്ടു കാര്യമാണ് പറഞ്ഞത്. എന്തിനാണ് അവരുടെ അങ്ങനെ വസ്ത്രധാരണം സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞത്? ഒരു വസ്ത്രം മാന്യമായി ധരിച്ച ഒരു സ്ത്രീ, ആ വസ്ത്രത്തിൽ നിന്നാണ് അവിടെ മാന്യത മറ്റുള്ളവർ മനസ്സിലാക്കുന്നത്. എന്താണ് മാന്യത അറിഞ്ഞാൽ, സാധാരണ ക്യാമ്പസിലൊക്കെ പോകുന്ന നിങ്ങളുടെ പെൺകുട്ടികളോട് ചോദിച്ചാൽ കൃത്യമായിട്ട് ഈ ആയത്തിൻ്റെ വ്യാഖ്യാനം നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഒരല്പം മോശപ്പെട്ട ഒരു വസ്ത്രം ഒരു സ്ത്രീ ധരിച്ചാൽ ആ സ്ത്രീ അങ്ങനത്തെ ഒരു മനസ്സുള്ള സ്ത്രീയാണെന്ന് നോക്കുന്നവൻ ധരിച്ചാൽ അതിലൊരിക്കലും കുറ്റം പറയാൻ പാടില്ല. നമ്മുടെ വസ്ത്രത്തിലേക്കും ദേഹത്തിലേക്കും നോക്കിയാൽ അറിയാൻ പറ്റും ഇവളൊരു മാന്യമായതയോടെയും സുരക്ഷിതത്വത്തോടു കൂടെയും ജീവിക്കാൻ ആഗ്രഹിക്കുന്നവളാണോ എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങളെ നോക്കിയാൽ മനസ്സിലാവണത് ഇതൊരു മാന്യമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സൂക്ഷ്മതയുള്ള ഒരു സ്ത്രീയാണെന്ന് മനസ്സിലാക്കപ്പെടുന്ന വസ്ത്രം ധരിക്കണം എന്നാണ്. ഇപ്പം രണ്ടായി, ഒന്ന് ദേഹത്തൊട്ടാകെ തൂങ്ങിക്കിടക്കുന്ന വസ്ത്രം, രണ്ട് നമ്മളൊരു മര്യാദയോടുകൂടെ ജീവിക്കാൻ ആഗ്രഹം. അപ്പോൾ എവിടെയെങ്കിലും ശരീരത്തിൽ നമ്മുടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വേഷത്തിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് എന്ത് മനസ്സിലാവും? ഇവൾ ഒരു മര്യാദക്കാരിയല്ലെന്ന് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾ മാന്യമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് മനസ്സിലാവട്ടെ എന്നാണ്. ഇതിന് വ്യാഖ്യാനങ്ങൾ വായിക്കുമായി പറയുന്നുണ്ട്, അവിടുത്തെ അടിമ സ്ത്രീകൾ വളരെ വൃത്തികെട്ട നിലക്ക് പുരുഷന്മാരുമായി ഇടപെടുന്ന സ്ത്രീകളാണ് അടിമ സ്ത്രീകൾ. ആ അടിമ സ്ത്രീകളാണെന്ന് തോന്നിക്കുന്ന വസ്ത്രധാരണം ഇതിൽ വരരുത്. അവരല്ല നിങ്ങളെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ അവർക്ക് പുറത്തിറങ്ങി പോകാൻ പറ്റില്ല, അവരുപദ്രവിക്കപ്പെടും. ഒന്ന് പറഞ്ഞത് അത് മനസ്സിലാക്കാൻ പറ്റണം. മറ്റൊന്നെന്താ പറഞ്ഞത്? ഫലായുദൈൻ, അവർ ശല്യപ്പെടുത്താതിരിക്കാൻ മറ്റുള്ളവരിൽ നിന്നും മോശപ്പെട്ട കമൻറ്റുകളോ വാക്കുകളോ നോട്ടങ്ങളോ നമ്മുടെ നേർക്ക് വരാതിരിക്കാൻ
നമ്മുടെ വസ്ത്രവും വേഷവിധാനവും നമ്മൾ സൂക്ഷിക്കണം എന്നാണ് അള്ളാഹു നമ്മോട് പറയണം. വക്കാനല്ലാഹു ഗഫൂറൻ റഹീമ. ഇനി ഈ രംഗത്തൊരു സൂക്ഷ്മത നിങ്ങൾക്ക് ഇതുവരെ പറ്റിയിട്ടില്ലെങ്കിൽ അള്ളാഹു പുറത്തുതരും. നിങ്ങൾക്ക് മനസ്സിലായ അവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ ഒരു നല്ല വേഷവും നല്ലൊരു ഇസ്ലാമിക ജീവിതവും ജീവിക്കണമെന്നാണ്. സഹോദരിമാരെ, ഇത് വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ വേഷവിധാനങ്ങളിൽ ഇസ്ലാമികമായ അവസ്ഥ നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഇന്ന് നമ്മുടെ കോളേജുകളിലും ക്യാമ്പസുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള തിന്മകളിൽ പെട്ടുപോകുന്ന ആളുകൾ, അങ്ങനത്തെ കുട്ടികൾ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ പുരുഷന്മാരെ കൂടെ പോയി അല്ലെങ്കിൽ ക്യാമ്പസിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് ആ കുട്ടി ഉണ്ടാക്കി എന്ന് പറഞ്ഞ് ആ കുട്ടികൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ തന്നെ നമുക്ക് ആ കുട്ടികളെ കണ്ടാൽ അറിയാൻ പറ്റും. ഈ രൂപത്തിലൊരു കുട്ടി ഇസ്ലാമികമല്ലാത്ത രൂപത്തിൽ പുറത്തിറങ്ങിയാൽ ഉറപ്പാണ് ആ കുട്ടിയെ നിങ്ങൾക്ക് മാന്യമായ ഒരു വിവാഹം കഴിച്ചു കൊടുക്കാൻ നിങ്ങളോടൊരു സലാം പറഞ്ഞ് ഒരു അർഹതപ്പെട്ട മാന്യമായ മുസ്ലിമായ ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ അവനെ ഇറക്കി പറഞ്ഞേക്കാനുള്ള ഭാഗ്യം നമുക്കില്ലാതെ പോകും. നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടെ ശ്രദ്ധിക്കണം നമ്മുടെ വേഷവിധാനം. രണ്ടാമത്തൊരു കാര്യം തരും, നമ്മുടെ പെരുമാറ്റങ്ങളിലും ജീവിതങ്ങളിലുമെല്ലാം ഒരു സ്ത്രീയുടെ സ്ത്രൈണത, ഒരു സ്ത്രീയാണെന്നുള്ള ബോധം നമ്മളെ നയിക്കേണ്ടതുണ്ട് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുക. ആ പ്രയോഗം തന്നെ നോക്കൂ നിങ്ങൾ. യാ നിസാ അന്നബിയ്യ ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ. ഏ പ്രവാചകന്റെ പത്നിമാരെ, നിങ്ങൾ മറ്റു സ്ത്രീകളെ പോലെയല്ല. നിങ്ങൾ മറ്റു സ്ത്രീകളെ പോലെയല്ല. ഇനിത്തഖൈതുന്ന ഫലാ തഖ്ലഅന ബിൽ ഖൗൽ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദ് വഖുൽന ഖൗലൻ മഅറൂഫാ. അവിടെ ഒറ്റ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഭാര്യമാരോടും തൻ്റെ മക്കളോടും കൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊരു കാര്യം, വലാ തഖ്ലഅന ബിൽ ഖൗൽ, സംസാരത്തിൽ നിങ്ങൾ തന്മയത്വം കാണിക്കരുത്. അതായത് ഒരു അന്യ പുരുഷനോട് ഒരാകർഷണീയമായ രൂപത്തിൽ സംസാരിക്കാൻ ഒരു സ്ത്രീക്ക് പറ്റില്ലെന്നാണ് ഖുർആൻ പറയുന്നത്. നമ്മൾ എത്ര ആളുകൾ പാലിക്കുന്നു നമ്മൾ ചിന്തിക്കുന്നു. ഒരു അന്യ സ്ത്രീയോട് സംസാരിക്കുന്നിടത്ത് ഞങ്ങളെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എപ്പോഴും പറഞ്ഞു കൊടുക്കാനുള്ള കാര്യമാണ്, നിങ്ങളുടെ ബ്രദേഴ്സ്, ആങ്ങളമാർ, നിങ്ങളുടെ ഭർത്താക്കന്മാർ, നിങ്ങളുടെ വാപ്പ, ഇതുപോലെയുള്ള ആളുകളോട് നിങ്ങൾ പെരുമാറുന്ന പോലെ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടികളോട് പെരുമാറാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ കോളേജിൽ വന്ന് നോക്കണം, ശരിക്കും നിങ്ങളുടെ വീട്ടിൽ സ്വന്തം ആങ്ങളയോട് എങ്ങനെയാണോ നമ്മുടെ പെൺമക്കൾ സംസാരിക്കുന്നത് അങ്ങനെ തന്നെയാണ് കോളേജ് സംസാരിക്കുന്നത്. കോളേജ് വിട്ടിറങ്ങുമ്പോൾ എൻ്റെ വീടിൻ്റെ മുന്നിലും പിന്നിലൊക്കെ പ്രൊഫഷണൽ കോളേജുകളാണ്. കോളേജ് വിട്ടിട്ട് വരുമ്പോൾ പണ്ട് കാലത്തൊക്കെ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ആൺകുട്ടികൾ എങ്ങനെയാണോ ഒന്നിച്ച് ഗ്രൂപ്പായി വന്നിരുന്നത് അതേപോലെയാണ് ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് വരുന്നത്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് വരുന്നത് അങ്ങനെയാണ്. എന്താണ് അങ്ങനെ വരാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് പറ്റും. പ്രത്യേകിച്ച് ഈ കാസർഗോഡുള്ള കുറച്ചുകൂടെയൊക്കെ വേഷവിധാനങ്ങളിലും ദീൻ്റെ കാര്യത്തിലും അച്ചടക്കം പാലിക്കണമെന്ന് സാംസ്കാരികമായി തന്നെ പാലിക്കുന്ന നാടുകളാണ്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകും തോറും നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് പറ്റും. നമ്മൾ തികച്ചും നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണെന്ത്, നമ്മുടെ വീട്ടിൽ സ്വന്തം ആങ്ങളമാരോടും വാപ്പയോടും സംസാരിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു ബന്ധത്തിൻ്റെയും സംസാരത്തിൻ്റെയും ഒരു രൂപം ഒരിക്കലും തങ്ങളുടെ എളാപ്പയുടെയോ മൂത്താപ്പയുടെ വാപ്പൻ്റെ ബ്രദേഴ്സിൻ്റെ മക്കളോടോ അല്ലെങ്കിൽ അയൽപക്കത്തെ ആളുകളോടോ അല്ലെങ്കിൽ തന്നെ ക്ലാസ്സിൽ പഠിക്കുന്ന ആളുകളോടോ പാടില്ലെന്നും ആ രണ്ട് സംസാര രൂപങ്ങൾ അവർക്ക് പഠിപ്പിക്കണം. അതെങ്ങനെ പഠിപ്പിക്കാൻ പറ്റുക? നമ്മളങ്ങനെ സംസാരിക്കണം. ഒരു അന്യ ആൾ വീട്ടിൽ വരുമ്പോൾ ആ സംസാരത്തിൽ തന്നെ ഒരു അകലം നമ്മൾ പാലിച്ചാൽ മാത്രമേ നമ്മുടെ കുട്ടികൾ നമ്മുടെ അടുക്കുന്നത് കണ്ട് പഠിക്കുള്ളൂ. നോക്കൂ, നിങ്ങൾ കുട്ടികളെ എടുത്ത് ബസ്സിൽ കയറുന്ന ഞങ്ങളുടെ നാട്ടിലൊക്കെ പല സഹോദരിമാരും ബസ്സിൽ നിന്ന് ഇറങ്ങുന്നത് വരെ ബസ്സിലെ ജീവനക്കാരോട് സല്ലപിച്ചു കൊണ്ടിരിക്കും. ആ മടിയിലിരിക്കുന്ന കുട്ടികൾ എന്തു കാണുന്നു നിങ്ങൾ ആലോചിക്കണം. ഒരു പത്രം വാങ്ങാൻ വരുന്ന ആളോട് അല്ലെങ്കിൽ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വരുന്ന ഓട്ടോറിക്ഷയുടെ ബസ്സിൻ്റെയോ ഡ്രൈവറോട് അല്ലെങ്കിൽ ഒരു പാൽക്കാരനോട് പത്രക്കാരനോട് ഒക്കെ സ്വന്തം ഭർത്താവിനേക്കാളും സ്വാതന്ത്ര്യത്തിൽ സംസാരിക്കുന്ന നമ്മുടെ മക്കൾ കണ്ടാൽ സഹോദരിമാരെ, അടുത്ത ഭാവി എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ? അന്യ സ്ത്രീ അന്യ പുരുഷൻ ആരാണെന്ന് നമ്മുടെ മക്കൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു യുഗമാണ് ജനിക്കാൻ പോകുന്നത്. ഞാൻ പറയുന്നു, ഇന്ന് സത്യത്തിൽ ഇന്നത്തെ ഒരു പത്ര റിപ്പോർട്ട് വായിക്കാം. ഇന്ന് കേരള ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണാധികാരിയുടെ പ്രസ്താവന ഇന്ന് പത്രത്തിലുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മൂന്ന് പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടി തെറ്റായ നിലക്ക് ഈ സമൂഹത്തിൽ ഉപയോഗപ്പെടുത്തപ്പെടുന്നുണ്ടെന്നാണ്. കേരളത്തിലെ 3 പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടി തെറ്റായി മറ്റുള്ള ആളുകൾ അവളെ തെറ്റായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ എന്തുമാത്രം ഭീകരമാണ് അടുത്ത ഭാവി കാലം എന്ന് നിങ്ങൾ അറിയണം.